നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കമൽ അദ്വാൻ ആശുപത്രി ഡയറക്ടറും ഹമാസ് അംഗവുമായ അഹമ്മദ് കഹലോട്ട് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. ഗാസയിലുള്ള ആശുപത്രികളെ ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളാക്കി ദുരുപയോഗിച്ചുവെന്ന തുറന്നു പറച്ചിലാണ് ഈ വ്യക്തി നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി ചോദ്യം ചെയ്തപ്പോഴായിരുന്നു അഹമ്മദ് കഹ്ലോട്ട് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ മാസം 12-ന് കമൽ അദ്വാൻ ആശുപത്രിയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയും ISAയും സംയുക്തമായി നടത്തിയ തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. അഹമ്മദ് കഹ്ലോട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: 2010 മുതൽ താൻ ഹമാസിന്റെ ഭാഗമാണ്. അഹമ്മദിനെ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്തത് ബ്രിഗേഡിയർ ജനറൽ റാങ്കോടെയായിരുന്നു. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ക്ലർക്കുമാർ തുടങ്ങി ആശുപത്രിയിലെ 16ഓളം ജീവനക്കാർ ഇസ് അദീൻ അൽ ഖസാം ബ്രിഗേഡിലുള്ളവരാണെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹമാസ് ആശുപത്രികളെ കേന്ദ്രമാക്കിയത് സുരക്ഷിത താവളമെന്ന തരത്തിലായിരുന്നു. ആശുപത്രികളായിരിക്കുമ്പോൾ തങ്ങളെ ലക്ഷ്യം വയ്ക്കില്ല എന്ന ഈ ബോധ്യത്തോടെയാണ് ഇവിടം സൈനിക കേന്ദ്രങ്ങളായി ഹമാസ് ഉപയോഗിച്ചത്. ഹമാസ് തട്ടിക്കൊണ്ടുവന്ന ഒരു സൈനികനെയും ആശുപത്രിയിൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളതായും ഇദ്ദേഹം പറഞ്ഞു. തട്ടിക്കൊണ്ടുവന്ന സൈനികനെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റാനും മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുമെല്ലാം ആശുപത്രികളിലെ ആംബുലൻസുകളും ഉപയോഗിച്ചു. എന്നാൽ പരിക്കേറ്റവർക്കായി ആംബുലൻസ് സേവനം ഉപയോഗിച്ചിരുന്നില്ല. ആശുപത്രികളായി പ്രത്യേകം സജ്ജീകരിച്ച ഇടങ്ങളിൽ ഹമാസ് അംഗങ്ങൾക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നുവെന്നും അഹമ്മദ് കഹ്ലോട്ട് പറഞ്ഞതായി ഇസ്രായേൽ വ്യക്തമാക്കി. അതേസമയം ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് അടിയന്തര വെടിനിർത്തലിനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ്. രണ്ടാം വെടിനിർത്തലിന് സന്നദ്ധമെന്ന് അറിയിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് രംഗത്ത് വന്നിട്ടുണ്ട്. ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. ഗാസയിൽ മാനുഷിക സഹായം ഉറപ്പാക്കാൻ ഇരുപക്ഷവും ഏറ്റുമുട്ടൽ മരവിപ്പിക്കണമെന്ന പ്രമേയത്തിൽ UN രക്ഷാസമിതിയിൽ ചർച്ചയും വോട്ടെടുപ്പും സംഘടിപ്പിച്ചിരുന്നു. ഹമാസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അധിനിവേശം അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റ ചർച്ചയില്ല എന്നാണ്. കൂടുതൽ സൈനികരെ വധിച്ചതായി അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു. യമനെ ആക്രമിച്ചാൽ വിടില്ല എന്നാണ് US നേതൃത്വത്തിലുള്ള സംയുക്ത നാവികസേനയ്ക്ക് ഹൂതികൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് ബന്ദി കൈമാറ്റത്തിന് പുതിയ വെടിനിർത്തലിന് ഒരുക്കമാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗിന്റെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.